ഹൈ ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കും. ചിലപ്പം നമ്മുടെ കേരളത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയോ ഒക്കെ വളരെയധികം സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെയൊക്കെ കാലം അല്ലെങ്കിൽ ഒരു തലമുറ, 2 തലമുറയൊക്കെ കഴിയുമ്പോഴത്തേന് അവരെയൊക്കെ എല്ലാവരും മറന്നുപോകും. പക്ഷേ എത്ര കാലങ്ങൾ കഴിഞ്ഞാലും, എത്ര തലമുറകൾ മാറിയാലും മറക്കാത്ത ഒരേ ഒരാളാണ് നമ്മുടെ പാമ്പ് പിടുത്തക്കാരൻ സുരേഷ്. അല്ലേ? അല്ലേ? ആണോ? എന്തുകൊണ്ടാണ് അർഹിക്കുന്ന ഒരു അർഹത അദ്ദേഹത്തിന് കിട്ടാതെ പോന്നേ? വെറും ഒരു പാമ്പ് പിടുത്തക്കാരൻ മാത്രം എന്നുള്ളത് കൊണ്ടാണോ? അല്ല. കറുത്ത നിറം. അതിലും കൂടുതൽ വേറൊന്നുണ്ട്. അറിയാലോ എല്ലാവർക്കും. അപ്പം അതാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിലുള്ള ചർച്ചാ വിഷയം. ആരെങ്കിലുമൊക്കെ അതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കണം. ഞങ്ങളൊന്നാണീ, കേരളം നമ്പർ 1 ആണീ എന്നൊക്കെ പറയത്തില്ലേ? അതൊക്കെ ചുമ്മാതാണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, 3 ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പിൽ പ്രശ്നം വന്ന് നോക്കട്ടെ. അപ്പം അറിയാം. അവിടെ ജാതി, മതം എല്ലാം വരും. ഒന്നുമില്ല, കേരളം ഒന്നിച്ച് നിൽക്കുന്നു. എന്തോന്ന് ഒന്നിച്ച് നിൽക്കുന്നേ? അപ്പം നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? മഗ്ഗിനകത്ത് വെള്ളം കൊടുത്ത കാര്യമൊക്കെ. ഉന്നത കുലനോ അല്ലെങ്കിൽ വലിയ പണക്കാരനോ ഒക്കെ ആണെങ്കിലും എന്താണ് ഇവിടെ ഇപ്പോൾ എന്തോ നടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നൊക്കെ തോന്നും. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പം എനിക്ക് തന്നെ അങ്ങ് പേടിയാവും. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം കുറച്ച് പേര് കണ്ട് അതിന് അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എല്ലായിടത്തും അറിയണമെങ്കിൽ വായിൽ വരുന്ന എന്തെങ്കിലും മോശം അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ എല്ലായിടത്തും അറിയും. എല്ലായിടത്തും അറിയുമ്പോൾ എല്ലാവരും കൂടെ എന്നെ ചീത്ത വിളിക്കും. അപ്പോൾ അതായ വീട്ടിൽ എന്നെ പിന്നെ ഇതിൽ നിന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ കാല് കുത്തത്തില്ല നീ എന്നാണ് ഹസ്ബൻഡ് പറയുന്നത്. ഹസ്ബൻഡ് മാത്രമല്ല, മക്കളും. അതുകൊണ്ട് ഓരോ വാക്കുകളും ഓരോ രീതികളും ഞാൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്നാലും ചിലതൊക്കെ കാണുമ്പം പറയാതിരിക്കാൻ പറ്റുന്നില്ല. സോഷ്യൽ മീഡിയാസ് തുറന്നാൽ ഇത് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത്രയും വലിയ പാമ്പ് ഒക്കെ ആരാ പോയി ഇത്രയും ധൈര്യത്തോടു കൂടി ചെയ്യുന്നത്? ഞാൻ ഒരുപാട് വർഷമായിട്ട് ഈ സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യാൻ എനിക്കൊന്ന് ന്യൂസിലൊക്കെയാണ് ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്. അപ്പം അന്നോട്ട് നമ്മൾ കാണുന്നതല്ലേ, വളരെയധികം ഒരു സപ്പോർട്ട് തരുന്ന ഒരു മനുഷ്യനല്ലേ. അപ്പം എനിക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായെന്നറിയോ? കൂടുതലും ജാതി, താഴ്ന്ന ജാതി, മേലുള്ള ജാതി, എന്തു പറയുന്ന ഉന്നത കുലജാതൻ, ഇതൊക്കെ എവിടെ മാറിയെന്നാണ് നിങ്ങൾ പറയുന്നത്? അതൊന്നും ഒരിക്കലും മാറത്തില്ല. പിന്നെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പബ്ലിക്കായിട്ട് ഈ എന്തോ പറയുന്നത് അവിടെയൊക്കെ കാണിക്കത്തില്ലേ? അതേപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. പക്ഷേ ഉണ്ട്, വളരെയധികം ഉണ്ട്. ചെറുതാവുമ്പോഴേ കുട്ടികൾ വളർന്നു വരുന്നൊരു കാലഘട്ടത്തിലെ അച്ഛനും അമ്മയും അവൻ അങ്ങനാടാ, കൂടുതൽ അടുപ്പം വെക്കണ്ട, നമ്മുടെ ആൾക്കാരോട് മതി എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് ആ ജാതികളിൽ നിന്ന് പിരിച്ചു മാറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ക്ലാസ് റൂമിൽ നിന്ന് ആരംഭിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ക്ലാസ് റൂം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജാതിയിൽ അങ്ങനെ പിന്തള്ളി നിൽക്കുന്നവരെ ബാക്ക് ബെഞ്ചിലടിക്കും. എല്ലാവരും പറഞ്ഞ് കേട്ട് കാണും, പഠിക്കാത്തവരെയും കുറുമ്പ് ചെയ്യുന്നവരെ അവിടെ കൊണ്ടുപോകും. അങ്ങനല്ല, അങ്ങനെ ഉണ്ട്. അപ്പം അദ്ദേഹം പറയുന്ന കേട്ടോ, മോനെ കൊണ്ടുപോയി മോനോട് പറയുന്നു, മോനെ നീ പോയി അത് വാങ്ങിയിട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കുന്നു. എന്തുവാ ഈ 1 യൂസ് ടംബ്ലർ ഗ്ലാസ്
അപ്പം ഒരു കുഞ്ഞിന് പാഠമായി. കുഞ്ഞ് വിചാരിക്കും, ഇത്ര ഇവിടെ ഇഷ്ടംപോലെ ടംബ്ലർ ഉണ്ടല്ലോ, ഗ്ലാസ്സുകളുണ്ടല്ലോ, എന്താണ് കൊടുക്കാത്തത്? എന്ന് അവൻ തന്നെ വിചാരിക്കും. അവൻ വിചാരിച്ചിട്ട് അപ്പോൾ അവന് മനസ്സിലാവും. അദ്ദേഹം ഒരു വേറെ ജാതി, ഞങ്ങളൊരു മേലുള്ള ജാതി, ഉയർന്ന ജാതി, ഇങ്ങനെയുള്ള ആൾക്കാരോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. വളയുടെ സൗണ്ടാണ് കേട്ടോ. ടൈറ്റാക്കാം. ഇങ്ങനെയാണ് നമ്മൾ നടക്കേണ്ട. ആ വയസ്സിൽ അവര് ചെറിയ കുട്ടിയാണെങ്കിൽ ഒരു 10 വയസ്സ് 12 വയസ്സ് അവൻ്റെ മൈൻഡിലത് ഫിക്സായി. അപ്പം പല കാര്യങ്ങൾ ഇതേപോലെ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ പറയുന്നത്, അച്ഛനും അമ്മയിൽ നിന്നാണ് ഇതെല്ലാം ഫസ്റ്റ്. എല്ലാവരും പറയും കൂട്ടുകാരിൽ നിന്നാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അല്ല. അച്ഛനും അമ്മയും എങ്ങനെ വളർത്തിയെടുക്കുന്നുണ്ടോ അതേപോലൊക്കെയാണ് കുട്ടികൾ. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ കുട്ടികൾ, ഞാനൊരു ക്രിസ്ത്യനും ഞാനൊരു ഹിന്ദുവും എൻ്റെ ഹസ്ബൻഡ് ഒരു ക്രിസ്ത്യനുമാണ്. ഞാൻ കണ്ടോ? പക്ഷേ എൻ്റെ കുട്ടികൾ ഏതാണെന്ന് അറിയത്തില്ല. അവർക്ക് ഹിന്ദു ദൈവവുമില്ല, അവർക്ക് ക്രിസ്ത്യൻ ദൈവവുമില്ല. ഞങ്ങൾ അമ്പലത്തിലും പോവും, ചർച്ചിലും പോവും, എല്ലായിടത്തും പോവും. ഞങ്ങളുടെ കൂടെ കുട്ടികളും വരും. അവർ വിളിക്കുന്ന ഏത് ദൈവത്തിനെയാണെന്ന് വീട്ടിൽ എല്ലാ ദൈവങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെ വളർത്തിയെടുക്കുന്നു. ഞാൻ സുരേഷിൻ്റെ, നമ്മുടെ ബാബ സുരേഷിൻ്റെ ചർച്ചാ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് വന്നതാണ്. ഇത് ഇങ്ങനെ പറയണം അങ്ങനെ പറയണമെന്ന്. പക്ഷേ ഞാൻ വിട്ടുപോയി, വേറെ രീതിയിലേക്ക് പോയി. അതാണ് പ്രധാനമായിട്ട്. ജാതിയില്ല, മതമില്ല, നമ്പർ 1 കേരളം, ഇതൊന്നും പറയരുത്. ജാതി ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾക്കിത് അറിയണമെങ്കിൽ കോളനികളിൽ പോകണം. കോളനികളിൽ പോയി കഴിഞ്ഞാൽ അവിടെ 1 2 ഉന്നത കുലർ ഉണ്ടാവും. ബാക്കിയെല്ലാം ഈ 2 3 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ കണ്ടു കാണും. ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ഒരു 3 4 വർഷമായി. ഒരു ഗ്രാമമല്ല, നമ്മുടെ ഗ്രാമപ്രദേശം. ആ പ്രദേശത്ത് ഒരു ജാതികൾ ഗ്രൂപ്പ് ചേർന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രൂപ്പ് ചേർന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടുന്ന് ഈ ഏതോ ഒരു പ്രശ്നത്തിൽ, ഏതോ ഈ മഴയിലൊക്കെ വീട് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയെടുത്ത് ഈ ഗവൺമെൻറ് വാങ്ങിക്കൊടുത്തത് ഈ ഒരു ഗ്രൂപ്പ് താമസിക്കുന്ന ഇടത്താണ് ഇവർക്ക് വസ്തു കുറച്ച് കിടന്നത് കൊടുത്തത്. ഇവർ അവിടെ വീട് വെക്കാൻ പോകുന്നു. വീട് വെക്കാൻ പോകുമ്പോഴത്തേനും ഇവർ കുറച്ച് താഴ്ന്ന ജാതിയായി പോയി. അവിടെയുള്ള ആൾക്കാരൊന്നും സമ്മതിക്കത്തില്ല. അവർ പറയുന്നത് ഞങ്ങൾക്കിത് ഈ ജാതി വേണ്ട, ഞങ്ങളുടെ ഏരിയയിൽ ഇതുപോലൊരു ജാതി ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. ഇത് ഗവൺമെൻറ് വാങ്ങിക്കൊടുത്ത ഇടമാണ്. അവർ കാണിച്ചു കൊടുത്ത വസ്തുവിലേക്കാണ് ഇവർ വീട് വെക്കാൻ പോകുന്നത്. മണൽ, കല്ല് ഒന്നും ഇറക്കാൻ സമ്മതിക്കത്തില്ല. ഇത് ഭയങ്കര ഒരു ന്യൂസായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമൊക്കെ ആയി കാണുമെന്ന് തോന്നി ഈ ഒരു സംഭവം വന്നിട്ട്. വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പം ആലോചിച്ച് നോക്കിയേ. ഇല്ലേ? ഉണ്ട്. ഒരുപാടുണ്ട്. ഓർത്തു പറയാനാണെങ്കിൽ നമുക്ക് കൈ ചൂണ്ടി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലരും കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആൾക്കാരും അറിയപ്പെടുന്നവരൊക്കെ ആയത് കാരണം നമ്മൾ എന്തിനാണ് അവരുടെ വായിലോട്ട് കൈവച്ച് കടി വാങ്ങുന്നത്? അതുകൊണ്ട് പറയാതിരിക്കുന്നേ. അപ്പം എനിക്ക് അദ്ദേഹത്തിനോടായാലും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരോടായാലും ഒന്നേ പറയാനുള്ളൂ. ഒരിക്കലും ആരുടെ മനസ്സിലും മായാതെ നിൽക്കും. അത്രയ്ക്കും സേവനങ്ങളാണ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അധികം ഒന്നും കൂടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അടിവരയിട്ട് ഊട്ടി ഉറപ്പിക്കാൻ മാത്രമുള്ളതാണ്, മനസ്സിലാക്കാനുള്ളതാണ്. നമ്മുടെ മനസ്സിലൊന്നും ഒരിക്കലും അദ്ദേഹം ഇല്ലാതെ പോകുന്നില്ല. അത്രയ്ക്കുണ്ട്. ജാതി എന്തായാലും മതം എന്തായാലും. വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ കഥ ഒരു ദിവസം എന്നോടൊരാൾ പറഞ്ഞ കഥ, ഇത് കേൾക്കണം. ഞാൻ ഇത്തിരി സമയമായി. ഒരു ചെക്കൻ ഭയങ്കര ക്രിസ്ത്യനാണ്. അവൻ്റെ പേര് ജോൺസോ ഏതോ ഒരു ക്രിസ്ത്യൻ. അവൻ എപ്പോഴുള്ള അമ്പലത്തിൻ്റെ ഇതൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്, പിക്കുകൾ അമ്പലത്തിൽ. അപ്പം ഞാനോട് ചോദിച്ചു അവൻ എന്നോടൊരു കഥ പറഞ്ഞു തന്നു. ഭയങ്കരമായിട്ട് ഞാനത് പലയിടത്തും ഇട്ടിട്ടുണ്ട്, പോസ്റ്റുണ്ട്. നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിശപ്പോടുകൂടി ഓടി ഒരു ഹോട്ടലിലേക്ക് കയറുവാണെങ്കിൽ അവിടെ കയറുമ്പം നമുക്ക് ആ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആരാണ്, ഏത് ജാതിയാണ് എന്നൊന്നും അന്വേഷിക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ ആക്സിഡൻ്റായി നമ്മൾ അപകടമൊക്കെ പറ്റി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ബ്ലഡ് വേണം എന്ന് പറയുമ്പം ആരുടെ, ഏത് ജാതി, കറുത്തവനോ വെളുത്തവനോ പണമുള്ളവനോ ഒന്നും നോക്കത്തില്ല, ബ്ലഡ് വാരി വലിച്ചങ്ങ് കയറ്റും.
അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡാഷ് ഡാഷൊക്കെ തോന്നുമ്പം വേണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ ആ പെണ്ണ് അവളെന്ത് ജാതിയാണ്? അവള് കറുപ്പാണോ? അവളതാണോ? ഇതാണോ? അന്നൊന്നും നമ്മള് നോക്കത്തില്ല ആണുങ്ങളും പെണ്ണുങ്ങളും. ആ ഇത് മതി എന്ന് പറഞ്ഞ് നമ്മുടെ സംതൃപ്തി അങ്ങ് കണ്ടെത്തും. അപ്പം എവിടാണ് ജാതിയുള്ളത്? എവിടാണ് മതമുള്ളത്? ഒന്നും നോക്കത്തില്ല ഈ 3 കാര്യത്തിന്. ബാക്കിയുള്ള കാര്യത്തിന് ജാതി, മതം എല്ലാം നോക്കും. ഉം. അതോ ഒരു മതം, ഒരു ജാതി എന്ന് ആ ചെക്കൻ പറഞ്ഞു. എന്നോട് ഇങ്ങനൊരു കഥ പറഞ്ഞിട്ട് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ആ കഥ ഓർമ്മ വന്നു. അതുകൊണ്ട് നിങ്ങളോട് പങ്കിട്ടെന്നേ ഉള്ളൂ. ജാതി നോക്കുന്നു അല്ലെ ജാതി ഇല്ല അല്ലെങ്കിൽ ജാതി ഉണ്ട് എന്നൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ. താങ്ക് യു.